ഒരു മിനിറ്റ്. പൊറോട്ടയുടെ കൂടെ ഗ്രേവി ഫ്രീ അല്ല. ഒന്ന് ഏതൊരു കോടതി പറഞ്ഞവരെ കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ഏതൊരു പാവപ്പെട്ട ഹോട്ടലിൽ ചെന്നു. അപ്പോൾ ഹോട്ടലുകാരുടെ അടുത്ത് ആദ്യം ബീഫ് ഫ്രൈ ചോദിച്ചു. അപ്പോൾ കറി വേണ്ടെന്ന് പറഞ്ഞു. ബീഫ് ഫ്രൈ വാങ്ങിച്ചതിന് ശേഷം കുറച്ച് ഗ്രേവി കൂടെ തരാൻ പറഞ്ഞു. കടക്കാരൻ പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അയാൾ കൺസ്യൂമർ കോർട്ടിൽ പോയി. കൺസ്യൂമർ കോർട്ടിൽ നിന്ന് ഉത്തരവ് വന്നു. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടിട്ട് മൊത്തം ഹോട്ടലുകാരൊക്കെ തീരുമാനിച്ചിരിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയോട് കൂടെ ഈ ഗ്രേവി ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. എങ്കിൽ ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുതൽ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ സാമ്പാർ തരില്ല എന്ന് പറയുമോ? സാമ്പാറിന് എക്സ്ട്രാ കാശ് വേണം, ഓരോരോ കറിക്കും എക്സ്ട്രാ കാശ് വേണം, ഉപ്പിന് വേറെ കാശ്, എണ്ണയ്ക്ക് വേറെ കാശ്, കടുകിന് വേറെ കാശ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ബില്ല് ചെയ്യുമോ? അതോ പച്ചച്ചോറ് വാരി തിന്നാൻ പറയുമോ? അത് അല്ല, എങ്കിൽ മനസ്സിലാവുന്നില്ല. സാധാരണ ഓരോരുത്തരുണ്ടാക്കി വെക്കുന്ന ഇത് ഞാൻ കോടതിയോട് ബഹുമാനപൂർവ്വം ചോദിച്ചോട്ടെ, പറയുന്നതിനൊരു വ്യക്തത വേണ്ടേ? പൊറോട്ട പച്ചയ്ക്ക് തിന്നുമോ? എന്തൊരു സാധനം വാങ്ങിക്കുമ്പോഴും അതിൻ്റെ കൂടെ മുക്കിത്തിന്നാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേവിയോ ചമ്മന്തിയോ എങ്കിലും കൊടുക്കില്ലേ? അറ്റ്ലീസ്റ്റ് ഇച്ചിരി പഞ്ചാരെങ്കിലും കൊടുക്കില്ലേ? അതടക്കം ഫ്രീ ആയി കൊടുക്കുന്ന നാട്ടിൽ ഗ്രേവി ഫ്രീ അല്ലെന്നാ. എന്ത് ഒരു ഒരു കോമൺ സെൻസ് ഇല്ലേ? ആരും ഹോട്ടലിൽ കയറില്ലെന്നാൽ ഓൾറെഡി മനുഷ്യനെ ഇവിടെ മറ്റേ ഓരോരോ സാധനത്തിൻ്റെ വില കൂടുതൽ കാരണം ജീവിക്കാൻ പറ്റണില്ല. അതിൻ്റെ ഇടയിൽ കൂടെ 2 പൊറോട്ട കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗ്രേവി കൂടെ ഫ്രീ അല്ലാന്ന് എന്തോന്ന് പറയുന്നത്?